സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ +1 SCERT കേരള സിലബസിൻ്റെ ഏതൊക്കെ പുസ്തകങ്ങളിലാണ് നമുക്ക് ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഏതൊക്കെ പുസ്തകങ്ങളാണ്, ഏതൊക്കെ സിലബസാണ് മാറിയിരിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏകദേശം 41ഓളം ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിന്ന് ഏതൊക്കെയാണ് ആ ഒരു സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ +1 റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 41 വിഷയങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തെ എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നാമത് നമ്മൾ ഇംഗ്ലീഷ് അല്ലേ, ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും തന്നെ ഉള്ള കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് റീഡർ ഫസ്റ്റ് ഇയറിൻ്റെ ഇംഗ്ലീഷ് റീഡറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. രണ്ടാമത് മലയാളം ഐച്ഛികം, ഹിന്ദി ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, തമിഴിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ്, കന്നഡ അതിൻ്റെ ഓപ്ഷണൽ കന്നഡ, അറബിക് ഓപ്ഷണൽ, ഉറുദു ഓപ്ഷണൽ. നമ്മുടെ പിന്നെ സംസ്കൃത സാഹിത്യം, സംസ്കൃത ശാസ്ത്രം, ഈ 3 പുസ്തകങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പുസ്തകങ്ങളിൽ മാറ്റമുണ്ട്. 18ാമതായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ആന്ത്രപ്പോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് ഹ്യൂമാനിറ്റീസിൻ്റെയും കോമേഴ്സ് സബ്ജക്ട്സിൻ്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഈ വർഷം മാറ്റമുണ്ട്. ജിയോളജി, ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്ക് പുതിയ സിലബസ് അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അടുത്തതായിട്ട് ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ്, മ്യൂസിക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, ഫ്രഞ്ച്, റഷ്യൻ, ലാറ്റിൻ, ജർമ്മൻ, സിറിയക് ഈസ്റ്റ് ആൻഡ് സിറിയക് വെസ്റ്റ്. അപ്പോൾ ഇത്രയും ഇത്രയും വിഷയങ്ങൾക്കാണ് ഈ വർഷം കൂടുതലായിട്ടും ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഓക്കെ, 41 വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഈ 41 വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷത്തെ വരെ പഠിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കില്ല, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, പുതിയ സിലബസ് ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിലും മാറ്റങ്ങൾ സംഭവിക്കാം. കാരണം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സബ്ജക്ട്സ് നമുക്ക് ഈസി ആയിട്ട് പോകും. ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 41 വിഷയങ്ങളിൽ ഏറ്റവും കൂടുതലും ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് സബ്ജക്ട്സിനാണ്. ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, ഉറുദു, അറബിക്, ഫ്രഞ്ച്, ലാറ്റിൻ പോലെയുള്ള സബ്ജക്ട്സുകളാണ്, ലാംഗ്വേജ് സബ്ജക്റ്റിലാണ് മാറ്റം വന്നിരിക്കുന്നത്. വളരെ കുറച്ച് മെയിൻ സബ്ജക്ട്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കുറച്ച് വിഷയങ്ങളിൽ മാത്രമാണ് ബാക്കി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ സബ്ജക്ട്സിൻ്റെയും കോണ്ടൻറ്റ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓരോ സബ്ജക്ട്സിലും ഉള്ളത് എന്നുള്ളൊരു വീഡിയോയും കൂടി നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇന്ന വിഷയങ്ങളുടെ സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ കോമൻറ്റ് ബിലോ. നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം താഴെ ഏത് വിഷയമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, വരും ദിവസങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കൂടുതൽ വീഡിയോസ്, ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തൊട്ടുള്ള അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പയ്യെ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. സോ അതുമാത്രമല്ല, വേറെ സബ്ജക്ട്സിൻ്റെ നിങ്ങൾക്ക് സിലബസ് അനാലിസിസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്സിൻ്റെ PDF വേണം ഉണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം. താഴെ കോമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. ബൈ.